ായി ജിൻറ്റോ, ഇത് സ്വാഭാവികമായും കേസെടുക്കേണ്ടതല്ലേ? നിങ്ങളേതായാലും സസ്പെൻഷൻ നടത്തിയതാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇത്തരത്തിലൊരു കേസ് ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, ഞങ്ങൾ അങ്ങനെ ഒരു കേസ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല. നമ്മളിപ്പോ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു പൊതുപ്രവർത്തകന്റെ ഭാഗത്തുനിന്നുണ്ടാകേണ്ട ചില ഒരു നടപടിയിലേക്ക് പോയി. അതിനപ്പുറത്ത് കേസെടുക്കാനായിട്ട് ഇവിടെ പരാതിക്കാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സംവിധാനം നിലവിലില്ല. പോലീസിന് അങ്ങനെ സ്വമേധയാ കേസെടുക്കണമെങ്കിൽ ഈ കേസ് എങ്ങനെയാ കോടതിയിൽ നിലനിൽക്കുക? ഈ കേസിൽ ആർക്ക് വേണ്ടിയിട്ടാ പോലീസ് അന്വേഷണം നടത്തുന്നത്? ആർക്ക് വേണ്ടിയിട്ടാ പ്രോസിക്യൂഷൻ വാദിക്കാൻ പോകുന്നത്? അപ്പൊ നമുക്കതറിയണ്ടേ. അപ്പൊ തൽക്കാലത്തേക്ക് പിണറായി വിജയന്റെ ഏറ്റവും വലിയ വിമർശകരിൽ ഒരാളായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടാൻ കിട്ടുന്ന ഒരു രാഷ്ട്രീയ അവസരം ഉപയോഗിക്കുന്നു എന്ന് മാത്രം കണ്ടാൽ മതി. അല്ല, പക്ഷേ ഇപ്പൊ സ്വാഭാവികമായും പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഈ വിഷയങ്ങൾ വന്നപ്പോ ഉയർന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ഗർഭഛിദ്രത്തിന് ഒരു പെൺകുട്ടിയെ പ്രേരിപ്പിക്കുന്നു, അതല്ലെങ്കിൽ അതിനെ നിർബന്ധിക്കുന്നു. മാത്രമല്ല മറ്റൊരു ഘട്ടത്തിൽ, സംഭാഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ, എനിക്ക് നിങ്ങളെ കൊലപ്പെടുത്താൻ അധികം സമയം ആവശ്യമില്ല എന്നുള്ളത് പറയുന്നു. അത് എന്ത് സാഹചര്യത്തിലും ആയിക്കോട്ടെ. പക്ഷേ ഇത്തരം പരാമർശങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ അവിടെ ഒരു പരാതിക്കാരി ഇല്ലെങ്കിൽ കൂടി ഇത് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിക്കാനുള്ള ബാധ്യത പോലീസിനുണ്ടല്ലോ. തീർച്ചയായിട്ടും പോലീസ് അന്വേഷിച്ചോട്ടെ. ഈ ശബ്ദ സന്ദേശത്തിലുള്ള ശബ്ദം രാഹുൽ മാങ്കൂട്ടത്തിന്റേതാണെന്ന് പോലീസ് എങ്ങനെ വെരിഫൈ ചെയ്തു? എന്ത് ശാസ്ത്രീയ അന്വേഷണത്തിലൂടെയാണ്, പരിശോധനയിലൂടെയാണ് അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദമാണെന്ന് പോലീസ് കണ്ടെത്തിയത്? ആര് പറഞ്ഞിട്ടാണ് പോലീസ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? ഇനി ഇത്തരം ശബ്ദ സന്ദേശങ്ങളും വാട്സ്ആപ്പ് ചാറ്റുകളുടെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഇത്തരം ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ ഒരു പ്രൈമറി എവിഡൻസ് ആയിട്ട് സ്വീകരിക്കാൻ പാടില്ലെന്ന് സുപ്രീം കോടതിയുടെ അടക്കം വിവിധ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് പല വിധികളിലുമായിട്ട്. അപ്പൊ സംസ്ഥാനത്തെ പോലീസ് ഇത്രയും അടിസ്ഥാന വിവരങ്ങൾ ഇല്ലാതെയാണോ ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് കടക്കുന്നത്? അങ്ങനെയാണെങ്കിൽ സ്വപ്ന സുരേഷ് നേരിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട് കടകംപള്ളി സുരേന്ദ്രനെയും തോമസ് ഐസക്കിനെയും അതുപോലെ പി ശ്രീരാമകൃഷ്ണനെ കുറിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ. എന്തുകൊണ്ട് സ്വമേധയാ കേസെടുക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് ബി.ജെ.പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായിരുന്ന പാലക്കാട്ടുള്ള കൃഷ്ണകുമാറിനെതിരെ പോലീസ് ഇന്ന് കേസെടുക്കാതിരുന്നത്? അങ്ങനെ കേസെടുക്കണ്ടേ? കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുമ്പോൾ മറ്റാളുകൾക്ക് അത് ബാധകമല്ലേ? അങ്ങനെ ബാധകമല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാത്രം കേസെടുക്കുന്നത് അത് പിണറായി വിജയന്റെ ഏറ്റവും വലിയ വിമർശകരിൽ ഒരാളായ രാഹുലിനെ രാഷ്ട്രീയമായിട്ട് വേട്ടയാടാനുള്ള ഒരു ശ്രമമാണെന്ന് തന്നെ ഞങ്ങൾ പറയും. എന്നാ പിന്നെ നിങ്ങൾ ഇങ്ങനെ സസ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. ഈ സംശയം എല്ലാം ഉള്ളപ്പോൾ സസ്പെൻഡ് ചെയ്യാതെ തന്നെ അദ്ദേഹത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൈകാര്യം ചെയ്യുകയായിരുന്നില്ലേ വേണ്ടിയിരുന്നത്? ഈ വാദങ്ങളിലെല്ലാം അതേ മറുചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാവുമല്ലോ. അല്ല, അതേ മറുചോദ്യങ്ങൾ അല്ല, ഇപ്പം സ്വാഭാവികമായും ആർക്കും ഇത് കേൾക്കുന്നവർക്ക് ഈ ചോദ്യങ്ങളെല്ലാം ഉയരും. ഇപ്പം ജിൻഡോ ഈ പറഞ്ഞു വച്ച വിഷയങ്ങളെല്ലാം നോക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് സസ്പെൻഡ് ചെയ്തത്? ഇത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത കാര്യത്തിന് എന്തിനാണ് പാവപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിനെ നിങ്ങൾ സസ്പെൻഡ് ചെയ്തതെന്ന് ആളുകൾ ചോദിക്കില്ലേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതാണെന്ന് നിങ്ങളുടെ അടക്കം വാർത്തകളിൽ വന്നിട്ടുണ്ടല്ലോ, വന്നിട്ടില്ലേ? നിങ്ങൾക്ക് എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതാണെന്ന് നിങ്ങൾ പറഞ്ഞത്? ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ബോധ്യമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണെന്ന്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ പ്രശ്നം, നിങ്ങൾ ഇത് കേസായി, ഇതൊരു കേസിന്റെ രൂപത്തിൽ മുന്നിലേക്ക് വരുമ്പോൾ നിങ്ങൾ പോയി പോലീസിന് മൊഴി കൊടുക്കുക. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതാണ് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ കേരള പോലീസിന് മൊഴി കൊടുക്കാൻ തയ്യാറാണോ? എങ്കിൽ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കണം. അങ്ങനെ പോലീസിന് എന്തെങ്കിലും ഒരു സംശയം ഞങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, ആ കാര്യത്തിൽ നമ്മൾ തയ്യാറാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുന്നിലുള്ള വസ്തുത നമ്മൾ തീർച്ചയായും പറയുമല്ലോ. പക്ഷേ അങ്ങനെ ഒരു മൊഴി രേഖപ്പെടുത്തിയിട്ട് വേണം കേസെടുക്കാൻ. എന്റെ ചോദ്യം ഇത് അതുകൊണ്ടായിരുന്നില്ല. അതായത് ഞാൻ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് നിങ്ങൾ സസ്പെൻഡ് ചെയ്തത്? അതാണ് എന്റെ ചോദ്യം. എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തത്? ഞങ്ങൾ സസ്പെൻഡ് ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് വന്നിട്ടുള്ള ഇത്തരം അബോഷണവുമായി ബന്ധപ്പെട്ട ഓഡിയോ ക്ലിപ്പിന്റെ പേരിലല്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് മറ്റു പലരും പറഞ്ഞിട്ടുള്ള ആക്ഷേപങ്ങൾ, ആ ആക്ഷേപങ്ങളിൽ അദ്ദേഹത്തിന്റെ പേര് പരാമർശിച്ചിട്ട് കൂടിയുള്ള ആക്ഷേപങ്ങളിൽ ഒരു പൊതുപ്രവർത്തകന്റെ ഭാഗത്തുനിന്നുണ്ടാകേണ്ട പൊളിറ്റിക്കൽ മൊറാലിറ്റിയിൽ ചില വീഴ്ചകൾ വന്നിട്ടുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ സംഘടനാപരമായി നടപടിയെടുത്തത്. അതിനപ്പുറത്ത് ഈ പറഞ്ഞ ഓഡിയോ ക്ലിപ്പിംഗിലുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദമാണെന്ന് ന്യൂസ് മലയാളം ചാനലിന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് പോലീസിന് സ്വമേധയാ നിങ്ങളൊരു മൊഴി കൊടുക്കുന്നില്ല?
പോലീസ് അന്വേഷിച്ചു വന്നാലേ അല്ല നിങ്ങൾ മൊഴി ഇതിനകത്ത് കൊടുക്കൂ. അല്ല ഇത് ഏതായാലും പോലീസിന് മുന്നിലേക്ക് എത്തി. നിങ്ങൾ അല്ല പോലീസ് സ്വാഭാവികമായും ഇതിൽ നിയമോപദേശം എടുക്കാതെ പോലീസ് കേസ് എടുക്കുമോ? ഞാൻ ചോദിക്കുന്നത് അവർക്ക് ഇതൊരു അവസരമായി തന്നെ ജിൻഡോ കരുതിക്കൂടെ? കാരണം പോലീസ് ഇതാ കേസെടുത്തിരിക്കുന്നു. ഇതോടെ ഇതിന് പിന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണോ, ഈ ശബ്ദം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത് തന്നെയാണോ എന്ന കാര്യത്തിൽ ഏതായാലും തീർപ്പായി കിട്ടുമല്ലോ, വ്യക്തത ഉണ്ടാവുമല്ലോ എന്ന് ആശിച്ചുകൂടെ? അല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ തീർപ്പാക്കാൻ വേണ്ടിയിട്ട് കേസെടുത്ത് തീർപ്പാക്കണമെന്ന് നിർബന്ധമുള്ളത് രാഷ്ട്രീയ വേട്ടയുടെ ഭാഗമാണ്. ഒന്നാമത്തത്, അങ്ങനെയാണെങ്കിൽ സ്വപ്ന സുരേഷിന്റെ ആക്ഷേപത്തിൽ പറഞ്ഞ തോമസ് ഐസക്കിനെയും കടകംപള്ളിയെയും ശ്രീരാമകൃഷ്ണനെയും അതുപോലെ ആക്ഷേപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പിണറായി വിജയൻ എന്തുകൊണ്ട് ശ്രമിച്ചില്ല? കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ BJP നേതാവിനെ ഈ ആക്ഷേപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എന്തുകൊണ്ട് പിണറായി വിജയന്റെ പോലീസ് ശ്രമിക്കുന്നില്ല? അവിടെയാണ് രാഷ്ട്രീയ താല്പര്യം ഉണ്ടെന്ന് പറയുന്നത്. ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മാത്രം ആക്ഷേപത്തിൽ നിന്ന് ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടി പിണറായി വിജയൻ കാണിക്കുന്ന പ്രത്യേക പുന്നാരമായിട്ട് ഇതിനെ കാണണോ? അങ്ങനെ അത്രയും നിഷ്കളങ്കരാകാൻ പാടില്ലല്ലോ നമ്മള്. അല്ല അപ്പോ ഇത് രാഷ്ട്രീയ വേട്ട തന്നെയാണ്, അക്കാര്യത്തിൽ തർക്കമില്ല. കോൺഗ്രസ് അതിൽ പ്രതിഷേധിക്കുമോ? അല്ല, ഇതിൽ കോൺഗ്രസ് പ്രതിഷേധിക്കുമോ എന്ന് ചോദിച്ചാൽ സംഘടനാപരമായി നടപടി നേരിട്ട ഒരു നേതാവിനെതിരെ വരുന്ന അന്വേഷണം. പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് ഈ നാട്ടിലെ ഏതൊരു സാധാരണ പൗരനെയും സംസ്ഥാനത്തെ ഒരു സർക്കാർ ആസൂത്രിതമായിട്ട് എടുക്കാൻ നോക്കുമ്പോൾ, വേട്ടയാടാൻ നോക്കുമ്പോൾ, അത്തരം ഏത് സാധാരണക്കാരനും കൊടുക്കുന്ന ഒരു പിന്തുണ ഞങ്ങൾ രാഹുലിനും കൊടുക്കും. അല്ല അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അതായത് ഇത് പറഞ്ഞു വയ്ക്കുമ്പോൾ ഇത് ഇത്രയും വലിയ ഗൂഢാലോചന, നിങ്ങളുടെ കോൺഗ്രസിന് വേണ്ടി കടുത്ത പോരാട്ടം നടത്തിയ മുഖ്യമന്ത്രിയെ തന്നെ നേരിട്ട് ഏറ്റവും കടുത്ത ഭാഷയിൽ വിമർശിക്കുന്ന ഒരു നേതാവിനെതിരെ ആ നേതാവ് തളർന്നു നിൽക്കുമ്പോൾ ഒരു കേസെടുക്കുന്നു എന്നുള്ള സ്ഥിതിയാണ് ഉണ്ടാവുന്നതെങ്കിൽ അതിൽ നിങ്ങൾ പ്രതിഷേധിച്ച് തെരുവിലിറങ്ങണ്ടേ? അല്ലെങ്കിൽ തെരുവിലിറങ്ങിയില്ലെങ്കിൽ കൂടി ആ പ്രതിഷേധം ആ മട്ടിൽ രേഖപ്പെടുത്തണ്ടേ എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തളർന്ന് തെരുവിൽ നിൽക്കുന്നെന്ന് ആരാ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ ഭാഗം ക്ലാരിഫൈ ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമാണെന്ന് കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു. അതിനപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിലല്ല, ഞാനല്ല, താങ്കളല്ല, ആരും ആയിക്കൊള്ളട്ടെ, സംസ്ഥാനത്ത് ഒരു സാധാരണ പൗരൻ നേരിടുന്ന ഇത്തരം സാഹചര്യത്തിൽ സർക്കാർ വേട്ട എന്ന് പൊതുബോധത്തിന് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടി എടുക്കുന്ന സംഘടനാപരമായിട്ടുള്ള എല്ലാ നടപടിയും ഞങ്ങൾ എടുക്കും. ഞങ്ങൾ പ്രതിഷേധിക്കും. കാരണം മറ്റാരുടെയും കേസിൽ ഇല്ലാത്ത ഒരു തിടുക്കവും വേഗവും എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ പോലീസ് കേസെടുക്കാൻ കാണിക്കുന്നു? എന്തുകൊണ്ട് ആരുടെ പരാതിയിൽ ഈ കേസ് കോടതിയിൽ നിലനിൽക്കുമ്പോൾ ആരാണ് ഈ നിയമോപദേശം കൊടുത്തത്? ആരാ ഈ നിയമോപദേശം കൊടുത്തത്? സുപ്രീം കോടതി വിധി പോലും ഉണ്ടല്ലോ, ഇത്തരത്തിൽ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന ചാറ്റുകളുടെയൊക്കെ സ്ക്രീൻഷോട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒന്നും ഒരാളെ ശിക്ഷിക്കാൻ പറ്റില്ല. അല്ല അതിനകത്ത് നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ കേസ് എടുത്ത നടപടിക്കെതിരെ രാഹുൽ അതായത് കോടതിയിൽ പോകേണ്ടതല്ലേ? അല്ല, അത് രാഹുലിന്റെ ചോയ്സാണ്. രാഹുൽ നിയമ നടപടിയായിട്ട് പോകേണ്ടതാണോ വേണ്ടതെന്നുള്ളത് അദ്ദേഹത്തിന് തീരുമാനം. അല്ല കോൺഗ്രസ് ഇക്കാര്യത്തിൽ രാഹുൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകേണ്ടതാണ് എന്നുള്ള സമീപനം തന്നെയാണോ സ്വീകരിക്കുക? അതായത് ഈ കേസ് തന്നെ ക്വാഷ് ചെയ്യണം എന്നുള്ളതാണോ കോൺഗ്രസിന്റെ ഒരു നിലപാട്? അല്ല, അത് രാഹുലിന്റെ ചോയ്സാണല്ലോ. രാഹുലിന് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോയി കേസ് ക്വാഷ് ചെയ്യണം എന്ന് പറയുന്നത് രാഹുലിന്റെ ആവശ്യവും അവകാശവുമാണ്. പക്ഷെ അതിനപ്പുറത്ത് രാഹുൽ എന്നുള്ള ഒരു വ്യക്തിയല്ലെന്നേ. അതിനപ്പുറത്ത് ഏതൊരു വ്യക്തിക്കും ഇത്തരത്തിലുള്ള ഒരു കേസ് നേരിടാൻ പാടില്ലല്ലോ. തെളിവില്ല, അല്ലെങ്കിൽ പരാതിക്കാരില്ല, പോലീസ് സ്വമേധയാ കേസെടുത്താൽ പിന്നെ നരേന്ദ്രമോദി സർക്കാരിനെ നമ്മൾ ഇവിടുത്തെ പിണറായി വിജയന്റെ പാർട്ടിക്കാർ വിമർശിക്കുന്നതിൽ എന്താർത്ഥമുള്ളത്? തോന്നുന്ന പോലെ ആർക്കും കേസെടുക്കാമല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്ത നടപടി രാഷ്ട്രീയ വേട്ടയാണ് എന്ന നിലപാട് തന്നെയാണ് പൊതുവെ കോൺഗ്രസ് ഈ വിഷയത്തിൽ സ്വീകരിക്കുക എന്ന് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. നന്ദി ജിൻഡോ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിനിപ്പോൾ